എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നയനയുടെ പൂജയെല്ലാം കഴിഞ്ഞ് മുത്തശ്ശൻ്റെ കാലൊക്കെ തൊട്ട് അനുഗ്രഹമൊക്കെ മേടിക്കുകയാണ് മുത്തശ്ശൻ്റെ മുത്തശ്ശേരി. അത് കഴിയുമ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും എല്ലാവരും വരുമോ എന്ന്. അന്നേരം നവ്യയാണ് മറുപടി പറയുന്നത്, അച്ഛന് വയ്യാതിരിക്കുവാണ്, ചുമയും പനിയൊക്കെയാണ്, അതുകൊണ്ട് അച്ഛനും അമ്മയും വരികയില്ല, നന്ദു വരും എന്നാണ് പറഞ്ഞത് എന്ന് പറയും. അന്നേരം മുത്തശ്ശൻ നയനയോടായിട്ട് പറയുന്നുണ്ട്, ഇനി മോള് പുറത്തുനിന്നുള്ള ഫുഡൊന്നും കഴിക്കണ്ട, വീട്ടിലുണ്ടാക്കുന്ന കഴിച്ചാൽ മതി, ഏതായാലും ഇന്നത്തെ പലഹാരങ്ങളൊക്കെ നിങ്ങളെല്ലാവരും കൂടി ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, പലഹാരം ഉണ്ടാക്കാനുള്ള മാവൊക്കെ കുഴച്ച് വെച്ചേക്കുവാണ്, നമുക്ക് എല്ലാവർക്കും കൂടെ അടുക്കളയിലേക്ക് പോകാം, അന്നേരം പെട്ടെന്ന് പണി തീരും എന്ന് പറഞ്ഞ് അങ്ങ് പോവുകയാണ്. മുത്തശ്ശിയും ദേവയാനിയും ജാനകിയും ഒക്കെ പോകുന്നുണ്ട്. ജലജ അവിടെ തന്നെ നിൽക്കുമ്പോൾ മുത്തശ്ശി ചോദിക്കും, എന്താടി നീ വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ വന്നേക്കാം അമ്മേ എന്ന് പറയും. അവരങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും ആദർശ ചന്തുമോളെ എടുത്ത് കൈ പിടിച്ച് കളിപ്പിക്കുവാണേ. അന്നേരം അനി ചോദിക്കും, മോളോട് ഈ നിൽക്കുന്ന ആളെ അറിയുമോന്ന്, അതായത് അഭിയെ അറിയുമോന്നാണ് ചോദിക്കുന്നത്. അന്നേരം ചെറിയച്ഛൻ എന്ന് പറയുവാണ് മോള്. അത് കേൾക്കുന്നതേ നവ്യയ്ക്ക് ദേഷ്യം വരും. അപ്പം നവ്യ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ആർക്കും പ്രത്യേകിച്ച് സ്ഥാനമൊന്നും ആരും തരണ്ട, അതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് അങ്ങനെ വിളിക്കണ്ട എന്ന് പറയുമ്പം അത് കേൾക്കുന്ന അജയന് അത് ഇഷ്ടപ്പെടുകയില്ല. അന്നേരം അജയൻ പറയും, എങ്കിൽ ചെറിയച്ചാന്ന് വിളിക്കുന്നില്ല, അച്ചാന്ന് അങ്ങ് വിളിപ്പിച്ചേക്കാം എന്ന് പറയുമ്പം നവ്യയ്ക്ക് പിന്നെയും ദേഷ്യമാണേ. നവ്യ പറയുന്നുണ്ട്, അതെന്തിനാ അമ്മാവ അങ്ങനെ ചെയ്യിക്കുന്നത്, ഇപ്പം ഈ പെങ്കൊച്ചിന് ഒരച്ഛനുണ്ടല്ലോ, അത് മതി, അല്ലാതെ അഭിയെ പിടിച്ച് അച്ഛനാക്കുമൊന്നും വേണ്ട, അങ്ങനെ പലരുടെയും മനസ്സിൽ ആഗ്രഹമുണ്ട് എന്നൊക്കെ അറിയാം, പക്ഷേ എൻ്റെ അഭിയുടെ അടുത്ത് അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ തുള്ളിച്ചാടി പുറത്തേക്ക് പോവാണ്. പോയി കഴിയുമ്പം അഭിയോടായിട്ട് ജയം പറയുന്നുണ്ട്, ഇപ്പം നവ്യ പറഞ്ഞത് മൊത്തം ഇവൻ ഇവിടെ കേട്ട് നിൽക്കേണ്ടി വന്നത് നീ ഒറ്റ ഒരുത്തൻ കാരണമാണെന്ന് പറയുമ്പോഴേക്കും ആകെ വിഷമിച്ച് നിൽക്കുന്ന പോലെ നിൽക്കുക കേട്ടോ അഭി. അന്നേരം നയന പറയുന്നുണ്ട്, എന്നിട്ടും അവൻ്റെ സ്വഭാവത്തിന് യാതൊരു മാറ്റവുമില്ല, അതുകൊണ്ടാണല്ലോ അവൻ അനഘയെ കൊല്ലാൻ നോക്കിയത് എന്ന് പറയുമ്പോഴത്തേക്കും ഏട്ടത്തി അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, വെറുതെ അങ്ങനെയൊന്നും പറയണ്ട എന്ന് പറയുമ്പം ആദർശ് ചോദിക്കുന്നുണ്ട്, നീ പിന്നെ എന്തിനാണ് അനഘയുടെ വീട്ടിലേക്ക് പോയത് എന്ന്, അവിടേക്ക് പോകരുത് എന്ന് നിന്നോട് പറഞ്ഞിരുന്നതല്ലേ, പിന്നെ നീ എന്തിനു പോയി എന്ന് ചോദിക്കുമ്പം ജയം പറയുന്നുണ്ട്, അങ്ങോട്ട് പോയത് അവളെ സംരക്ഷിക്കാൻ, അവളെ ജീവൻ സംരക്ഷിക്കാനാണെങ്കിൽ അത് പറഞ്ഞ് സത്യം ചെയ്യടാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അതും ചെയ്യും, കാരണം ദൈവഭയം ഉള്ളവർക്കല്ലേ ദൈവത്തെ പേടിയുള്ളൂ, അതുകൊണ്ട് അവൻ അങ്ങനെ സത്യം ചെയ്യാൻ പോലും മടിയില്ലാത്ത ഒരുത്തനാണ് എന്ന് പറയുവാണ്. അത് കഴിഞ്ഞത്തേക്കും എല്ലാവർക്കും ദേഷ്യം വന്നു, തുള്ളിച്ചാടി ആദർശും നയനയും എല്ലാവരും പുറത്തേക്ക് പോവാണ്. അതുപോലെ ജയനും അജയനും ഒക്കെ ദേഷ്യമാണ്. കഷ്ടം എന്ന് പറഞ്ഞാൽ അഭിയെ പുച്ഛിച്ചിട്ടാണ് പോകുന്നത്. അഭിയുടെ ശ്രദ്ധ ഇതിലൊന്നുമല്ല, ആ പാമ്പ് എവിടെയെങ്കിലും ഉണ്ടോ എന്നോർത്തിങ്ങനെ പേടിച്ച് നിൽക്കുവാണ് അഭി. പിന്നെ കാണിക്കുന്നത് ജയനും അജയനും അനിയും എല്ലാവരും കൂടി വീട് അലങ്കരിക്കാനുള്ള പൂവും കാര്യങ്ങളൊക്കെ എടുക്കുവാണ്. അന്നേരം ജയൻ പറയുന്നുണ്ട്, ജയൻ്റെ അകന്ന ബന്ധത്തിലൊരു പെൺകുട്ടിയുണ്ട്, ഡോക്ടറാണ്, ആലോചിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അത് വലിച്ചൻ തന്നെ അങ്ങ് കെട്ടിയാൽ മതി, എനിക്കിനി വിവാഹമൊന്നും വേണ്ട, ഒന്നുകൊണ്ട് തന്നെ മതിയായി എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്ഷീണം മാറാനാടാ ഞാൻ പറഞ്ഞത്, നിൻ്റെ ചേട്ടനെയും ചേട്ടത്തിയുടെയും ജീവിതം കണ്ടില്ലേ, അതുപോലെ നല്ലൊരു ബന്ധം നിനക്കും കിട്ടും എന്ന് പറയുമ്പം അനി പറയുന്നുണ്ട്, എനിക്കതിൻ്റെ ആവശ്യമില്ല, ഇപ്പം മനസ്സമാധാനമുണ്ട്, അത് കളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നിങ്ങനെ പറയുവാണ്. ഇങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴാണ് അവിടുന്ന് നന്ദു കയറി വരുന്നത് കാണുന്നത്. അന്നേരം കണ്ണും വിളിച്ച് നന്ദുവിനെ തന്നെ നോക്കി നിൽക്കുവാണ്. നന്ദു അടുത്തേക്ക് വന്നു കഴിയുമ്പോഴേക്കും വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അവർ. അത് കഴിഞ്ഞ് ഇവരുടെ നിപ്പൊക്കെ കാണുമ്പോൾ നന്ദു ചോദിക്കുന്നുണ്ട്, എന്താ ഇപ്പം എനിക്ക് ഈ വീട്ടിൽ വരാൻ എന്തെങ്കിലും വിലക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു വിലക്കും ഇല്ല എന്ന് പറയും. എന്നാൽ ഞാൻ ചേച്ചിമാരെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് നന്ദു അങ്ങോട്ട് പോവാം. നന്ദു അങ്ങ് പോയി കഴിഞ്ഞെങ്കിൽ നന്ദുവിനിങ്ങനെ നോക്കി തന്നെ നിൽക്കുവാണ് ആനി. അന്നേരം അജയൻ പറയുന്നുണ്ട്, എടാ അവളെ ഇങ്ങനെ നോക്കി നിന്നിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ, ആ ഒരു ബന്ധം നടക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയും. അന്നേരം ജയൻ പറയുന്നുണ്ട്, മോൻ്റെ അമ്മ ഒരിക്കലും ആ ബന്ധത്തിന് സമ്മതിക്കത്തില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങളും അതിന് കൂട്ടു നിൽക്കത്തില്ല, ഇനിയിപ്പം നിൻ്റെ അമ്മയും അതുപോലെ നന്ദുവിൻ്റെ അച്ഛനും അമ്മയൊക്കെ സമ്മതിക്കുവാണെങ്കിൽ ആ വിവാഹം നടത്തി തരുന്നതിന് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല, പക്ഷെ അങ്ങനെ നടക്കുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് അതൊന്നും മനസ്സിൽ വെക്കാതിരിക്കുന്നത് നല്ലത് എന്ന് പറഞ്ഞ് ജയനും അജയനും ഒക്കെ അനിയെ അങ്ങ് ഉപദേശിക്കുന്നുണ്ട്. എനിക്കാകെ വിഷമമാവുന്നുണ്ട്. അന്നേരം അനിയുടെ മനസ്സിൽ എല്ലാവരെയും കണ്ണു വെട്ടിച്ച് കുറച്ച് നേരം നന്ദുവിനോട് സംസാരിക്കണം എന്നുള്ളതാണ്. അവിടുന്ന് പോരുന്ന നന്ദു നേരെ നയനയുടെ റൂമിലേക്കാണ് വരുന്നത്. വന്ന് അച്ഛൻ്റെ കാര്യമൊക്കെ ചോദിച്ചതിന് ശേഷം നയന ചോദിക്കുന്നുണ്ട്, നീ അനഘയുടെ അടുത്ത് അതിന് ശേഷം പോയായിരുന്നു എന്ന്. അന്നേരം ഞാൻ പോയില്ല, പക്ഷെ ഡോക്ടറുമായിട്ട് സംസാരിക്കുന്നുണ്ട്, ഇപ്പോൾ വലിയ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട്, അവൻ എന്നാ സാധനം, ആ അനഘ ആ പരുവത്തിന് അവൻ എത്തിച്ചു, ഇതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരുവാണ് എന്നൊക്കെ നയന പറയുന്നുണ്ട്. അന്നേരം നന്ദു പറയുന്നുണ്ട്, ഈ ഒരു ദിവസം കഴിയട്ടെ, അവനുള്ളതെല്ലാം ഞാൻ കരുതി വെച്ചിട്ടുണ്ട്, ഇനി അവനെ രക്ഷപ്പെടാൻ സാധിക്കില്ല, ജ്വല്ലറിയിലെ സ്വർണ്ണ തിരിമറിയിൽ അവനും പങ്കുണ്ട് എന്ന തെളിവ് സഹിതം എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഇനി
എൻ്റെ കയ്യിൽ അവനെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവനെ ഇഞ്ചപ്പരുവാക്കും. ആ സമയത്ത് ഞാൻ നവ്യ ചേച്ചിയുടെ മുഖമൊന്നും ഓർക്കില്ല എന്നൊക്കെ പറയുക. എന്നിട്ട് പറയുന്നുണ്ട് അവൻ ഇപ്പോഴും സ്വഭാവത്തിന് യാതൊരു മാറ്റമില്ലാതെയാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് അനഘയോട് ആ രീതിയിൽ പെരുമാറിയത്. ജീവിച്ചിരിക്കുന്ന തെളിവുകളൊക്കെ അവൻ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദർശേട്ടനോട് അവൻ ചെയ്തതൊക്കെ എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. എന്നിട്ടും അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം ചന്തുമോളെ സൂക്ഷിച്ചോണം, ആ കുഞ്ഞിനെയും അവൻ ഇല്ലാതാക്കും എന്നൊക്കെ നന്ദു പറയുന്നുണ്ട്. അന്നേരം നയന പറയുക, അങ്ങനെ എങ്ങാനും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ചേച്ചിയുടെ മുഖം ഒന്നും ഓർക്കുകയില്ല, എല്ലാ സത്യങ്ങളും അങ്ങ് വിളിച്ച് പറയും എന്നങ്ങ് പ്രഖ്യാപിക്കുവാണ് നയന. അതായത് ഇനി ചന്തുമോളൂടെ തട്ടിപ്പോകണം, എന്തെങ്കിലും സത്യം പുറത്ത് പറയണമെങ്കിൽ എന്നാണ് നയന പറഞ്ഞു വെക്കുന്നത്. അന്നേരം നന്ദു പറയുന്നുണ്ട് ഏതായാലും ചേച്ചി ഒന്ന് സൂക്ഷിച്ചോണമെന്ന്. അന്നേരം ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന നയനയെ കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അഭിയും ജലജയാണ്. രണ്ടുപേർക്കും ഭയങ്കര പേടിയാട്ടോ. ആ പാമ്പ് പൂജാമുറിയിൽ നിന്ന് ഇറങ്ങി ഇനി എവിടെയാണ് എന്താണ് എന്നൊന്നും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ജലജ പറയുന്നുണ്ട് ഞാൻ വാതിലെല്ലാം തുറന്നിട്ടിട്ടുണ്ട്, അങ്ങനെയെങ്കിലും അത് പുറത്ത് പോകുമായിരിക്കും എന്ന് പറയുമ്പോൾ അഭി പറയുന്നുണ്ട് ഇല്ലമ്മേ, മൂർഖൻ പാമ്പ് അങ്ങനെയൊന്നും പുറത്ത് പോവുകയില്ല, എവിടെയെങ്കിലും ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ കിടക്കുമെന്നാണ് ആ പാമ്പാട്ടി പറഞ്ഞത്. അതുകൊണ്ട് രാത്രിയാകുമ്പോൾ എങ്ങനെയെങ്കിലും അയാളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഈ പാമ്പിനെ പുറത്തേക്ക് കൊണ്ടുപോകണം, അതല്ലെങ്കിൽ നയനയുടെ റൂമിൽ കൊണ്ടിടണമെന്ന് പറയും. അന്നേരം ജലജ പറയുന്നുണ്ട് ഇനി നീ മണ്ടത്തരം കാണിച്ച് കുളമാക്കാതെ ആ പാമ്പിനെ ഒന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ, അയാൾക്ക് കൊടുക്കേണ്ടതൊക്കെ കൊടുക്കാം. ഇതിപ്പോൾ മനുഷ്യന് മനസ്സമാധാനത്തോടെ ഒരിടത്ത് നിൽക്കാനോ നടക്കാനോ പറ്റാത്ത അവസ്ഥയായി. ഇങ്ങനെയായി രാത്രിയിൽ എങ്ങനെയാണ് കട്ടിലേക്ക് കിടന്ന് ഉറങ്ങുന്നത്? പേടിച്ചിട്ട് ഉറങ്ങാൻ പറ്റുമോ? 2 ദിവസം ഇവിടുന്ന് അങ്ങ് മാറി നിന്നാലോ? ആരെയെങ്കിലും ആ പാമ്പ് കടിച്ചതിന് ശേഷം വരാം, അങ്ങനെ എന്തെങ്കിലും ചെയ്താലോ? എല്ലാം കൂടെ ഓർത്തിട്ട് ഭ്രാന്ത് പിടിക്കുക, പേടിയാവുക എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ അങ്ങോട്ട് പോകുന്നുണ്ട്. അന്നേരം എവിടെയെങ്കിലും കാല് തട്ടുവോ അല്ലെങ്കിൽ ഇത്തിരി തണുപ്പ് അനുഭവപ്പെടുകയോ ചെയ്യുമ്പോൾ ജലജയ്ക്ക് പേടിയാണ്. അന്നേരം അഭി പറയുന്നുണ്ട് അമ്മ ഇങ്ങനെ കാണിച്ച് ആ പാമ്പിനെ കണ്ടു കിട്ടുമ്പോൾ നമ്മളെ അവരെല്ലാവരും സംശയിക്കും, ആ അവസ്ഥ ഉണ്ടാക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഇത് കഴിഞ്ഞ് അനിയെ കാണിക്കുന്നുണ്ട്. അനിയും നന്ദുവോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം നന്ദു പറയുന്നുണ്ട് നീ ഇങ്ങോട്ട് വന്നല്ലോ, എനിക്ക് ഒരുപാട് സന്തോഷമായി. ഇടയ്ക്കിനി ചേച്ചിയെ കാണാനാണ് എന്ന് പറഞ്ഞ് വന്നം എന്ന് പറഞ്ഞ കുറേ ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുക്കുവാണേ. അന്നേരം അനിയോട് നന്ദു പറയുന്നുണ്ട് നിൻ്റെ ഈ പറച്ചിൽ കേട്ടാൽ തോന്നും ഞാൻ കുട്ടികളെ മാറാത്ത ഒരു പെൺകുട്ടിയാണെന്ന്, എനിക്ക് ജോലിയുണ്ട്, ഇവിടെ കളിച്ചുകൊണ്ട് നിൽക്കാനൊന്നും സമയമില്ല എന്ന് പറയുമ്പോൾ അനി പറയുന്നുണ്ട് അതല്ലേ ഞാൻ പറഞ്ഞത്, നമുക്ക് രണ്ടുപേർക്കും ഒരിടത്തും ജോലി ചെയ്യാമെന്ന്, നിൻ്റെ ജോലി അങ്ങ് കളഞ്ഞേക്കാൻ പറഞ്ഞതല്ലേ എന്നിങ്ങനെ പറയും. അന്നേരം നന്ദു പറയുന്നുണ്ട് എടാ ഇനിയിപ്പോൾ നിൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് വരാൻ സാധിച്ചാൽ പോലും ഞാൻ എൻ്റെ ആംബിഷനും ആഗ്രഹങ്ങളും ഒന്നും ഞാൻ വേണ്ടാന്ന് വെക്കുകയില്ല. എനിക്ക് പഠിച്ച് ഒരു IPS ഓഫീസർ ആകണം എന്നതാണ് ആഗ്രഹം എന്ന് പറയുമ്പം അനി ചോദിക്കും അപ്പോൾ വിവാഹം കഴിഞ്ഞാലും നമ്മളും രണ്ടുപേരും 2 സ്ഥലത്തായിരിക്കുമോ എന്ന്. അന്നേരം നന്ദു പറയുന്നുണ്ട് 2 സ്ഥലത്ത് ശരീരമെങ്കിലും നമ്മുടെ മനസ്സൊന്നല്ലേടാ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് രണ്ടുപേരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ജാനകി വരുന്നത്. ആ രണ്ടുപേരോട് സംസാരിച്ച് നിൽക്കുമായിരുന്നോ എന്നിങ്ങനെ കൂളായിട്ട് ചോദിക്കുന്നേക്കും ഒന്നുമില്ല, നന്ദു വന്നപ്പം വെറുതെ കുശലം ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അനി അങ്ങോട്ട് പോയി കഴിയുമ്പം ജാനകി നന്ദുവിനോട് പറയുന്നുണ്ട് അവൻ പറഞ്ഞത് മൊത്തം ഞാൻ വിശ്വസിച്ചിട്ടൊന്നുമില്ല, ഒരു കാര്യം ഞാൻ പറയാം, രണ്ടുപേരുടെയും മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അതങ്ങ് വേണ്ടെന്ന് വെച്ചേരെ, വേറെ ഒന്നും കൊണ്ടല്ല, ഒരേ വീട്ടിൽ നിന്ന് 3 പേരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അനാമികയെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, അതിലെനിക്ക് വിഷമമുണ്ട്. പക്ഷേ ഈ ഒരു ബന്ധം നടക്കുകയില്ല. അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് കളഞ്ഞേക്കണം. ഇനി എനിക്കൊരു വിവാഹം വരുമ്പം ഇതിൻ്റെ പേരിൽ ഒരു പിടിവലിയോ ബുദ്ധിമുട്ടോ ഉണ്ടാകരുത്. നിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അഭിപ്രായം തന്നെയാണ് എനിക്കും. ഇനി 3ാമതൊരാൾ ഈ വീട്ടിലേക്ക് വേണ്ട, അതാണ് എൻ്റെ തീരുമാനം എന്ന് പറഞ്ഞിട്ട് ജാനകി അകത്തേക്ക് പോകുമ്പോൾ ആകെ വിഷമാവുന്നുണ്ട് നന്ദുവിന്. നന്ദു ഇങ്ങനെ മനസ്സിൽ ഓർക്കുവാണ് ജീവിതത്തിൽ ആകെ തെറ്റ് ചെയ്യുന്നത് ഈ ഒരു കാര്യത്തിൽ മാത്രമാണ്, അതിന് എനിക്ക് തടയിടാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഓർക്കുന്നു. പിന്നെ അഭിയാണ് കാണിക്കുന്നത്. അഭിക്ക് ആകെ ടെൻഷൻ ആയതുകൊണ്ട് സച്ചി വിളിച്ച് പറയുവാണ് പാമ്പ് പൂജാമുറിയിൽ നിന്ന് മിസ്സായിന്ന്. അന്നേരം സച്ചി പറയുന്നുണ്ട് സൂക്ഷിച്ചോണം, അത് സ്റ്റെപ്പൊക്കെ കയറി വരും കേട്ടോ എന്ന് പറയുമ്പോൾ ഈശ്വര എനിക്കിനിയിപ്പോൾ എൻ്റെ മുറിയിലും കിടന്നുറങ്ങാൻ പറ്റിയില്ലേ എന്ന് ചോദിച്ച് ആകെ വിഷമിച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് അബി ആ പാമ്പ് പയ്യെ എഴഞ്ഞ് അടുത്തോട്ട് വരുന്നത് കാണുന്നത്. അതും കണ്ടിങ്ങനെ കണ്ണും വെച്ച് നിൽക്കുന്ന അബിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ചെറിയ പ്രൊമോ പോലെ കാണിക്കുന്നുണ്ട്. നന്ദു അബി അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അനന്തപുരി ചെന്നിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത് ഇറങ്ങുമ്പം ഉടക്കുമായിട്ട് ചെല്ലുന്ന നവ്യയെ കാണിക്കുന്നുണ്ട്. നവ്യ കട്ടക്കലിപ്പിലാട്ടോ. അത് കഴിഞ്ഞ് അബിയെ ഇറക്കാൻ വേണ്ടി സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ നവ്യ കാണുന്നത് അബിയെ എടുത്തിട്ടിരിക്കുന്ന നന്ദുവിനെയാണ്. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് എല്ലാവരോടും ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് നിങ്ങളെപ്പോലെ 2 അനിയത്തിമാരെ കിട്ടിയതാണ് എൻ്റെ ശാപം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന നവ്യയും കാണിക്കുന്നുണ്ട്. ഇതൊക്കെ പ്രൊമോ പോലെ ജസ്റ്റ് അതിൻ്റെ കൂടെ കാണിച്ചു പോയതാണ്.